ഇന്നലെ രാത്രി തോൽപ്പട്ടി ബേഗൂർ റോഡ് മുറിച്ചു കടന്നാണ് ഈ പ്രദേശത്ത് എത്തിയത്. ടി അനീസ് അലി കൂടുതൽ വിവരങ്ങളുമായി. അനീസ് അലി, എന്തൊക്കെയാണ് ഇന്നത്തെ വിവരങ്ങൾ? അനിഷാദ്, ഇപ്പോൾ 6ാം ദിവസവും ആനക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഉച്ചവരെ നടത്തിയ തെരച്ചിലിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇപ്പോൾ വനംവകുപ്പ് ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ മേഖലയിൽ കാട്ടിക്കുളം പനവല്ലി റോഡ് മുറിച്ചു കടന്നാണ് കാളികൊല്ലി വനമേഖലയിൽ കാട്ടാന എത്തിയത്. ഈ പ്രദേശം അതിന് തൊട്ടടുത്ത സ്ഥലം ജനവാസ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി 9:30 പ്രദേശത്ത് ജനങ്ങൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. പ്രദേശത്തെ തിരുനെല്ലി പഞ്ചായത്തിലെ 6 വാർഡുകളിൽ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തിരുനെല്ലി പഞ്ചായത്തിലെ ബേഗൂർ, ചേലൂർ, കുതിരക്കോട്, പനവല്ലി, ആലത്തൂർ, ബാവലി വാർഡുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പ്രദേശം കേന്ദ്രീകരിച്ച് നമുക്ക് പിറകിൽ കാണുന്ന ഈ വനമേഖലയിൽ എവിടെയോ ആനയുണ്ട് എന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് കാട് കയറിയിട്ടുള്ളത്. ഇന്ന് രാവിലെ കൃത്യമായ റേഡിയോ കോളർ സിഗ്നലുകൾ അവർക്ക് ലഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആനയെ വൈകാതെ പിടികൂടാനാകും എന്ന പ്രതീക്ഷ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം ഈ കാട് നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാൾ പൊക്കത്തോളം ഉയർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകൾ നിറഞ്ഞതാണ്. അത് മുൾപടർപ്പ് പറന്ന കുറ്റിക്കാടാണ്. അതൊരു പ്രതിസന്ധിയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു മോഴയാന കൂടി ഈ വേലൂർ മഗ്നക്കൊപ്പമുണ്ട് എന്നതും പ്രതിസന്ധിയാണ്. ഈ 2 ആനകളെ തമ്മിൽ വേർതിരിക്കാൻ കഴിഞ്ഞാൽ ഈ ശരിയായ ഒരു പ്രദേശത്ത് ഇതിന് ലഭിക്കുകയും ചെയ്താൽ മാത്രമേ മയക്കൊടി വെക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും വൈകാതെ ദൗത്യം വിജയകരമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ. ഇന്നിപ്പോൾ ദൗത്യം ആരംഭിച്ച് 6ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് രാവിലെ 7:30 പനച്ചിയിൽ അജി എന്ന അജീഷ് ചാലിഗദ്ദയിലെ ജനവാസ കേന്ദ്രത്തിൽ വീട്ടിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. അതിനുശേഷം അപ്പോൾ തന്നെ ഈ തെരച്ചിൽ ആരംഭിച്ചിരുന്നെങ്കിലും ഉച്ചയോടുകൂടി ഇതിനെ മയക്കൊടി വെക്കാമെന്ന ഉത്തരവിറങ്ങി. അതിനുശേഷവും അന്ന് തെരച്ചിൽ നടത്തി എങ്കിലും ജനവാസ കേന്ദ്രത്തിൽ ആ ചാലിഗദ്ദയിലെ പടമല കുന്നിൽ തന്നെ ആന തുടരുകയായിരുന്നു. അന്ന് രാത്രിയോടുകൂടിയാണ് പ്രദേശത്ത് നിന്ന് മാറി അത് കാടിലേക്ക് കയറിയത്. കാട് കയറിയതോടുകൂടി ദൗത്യം അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും ഈ ആന തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നേരത്തെ കാട്ടിൽ കയറ്റിയതിനു ശേഷം പുറത്തിറങ്ങി വന്നതിന് ശേഷമാണ് ഒരാളെ കൊന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ആനയെ കാട്ടിൽ കയറിയാണെങ്കിലും പിടികൂടണം എന്ന് ഉറച്ചുകൊണ്ടാണ് വനപാലക സംഘം പിന്നീട് മുന്നോട്ട് പോയത്. വനപാലക സംഘത്തിന്റെ ദൗത്യം